ചെയ്തിട്ടുണ്ട്. എന്താണ് സ്റ്റേറ്റ് സ്പേസ് സെർച്ച് എന്ന് വെച്ചാൽ, വാട്ട് ഇസ് മീൻ ബൈ സ്റ്റേറ്റ് സ്പേസ് സെർച്ച്? വിഷ്ണു പോയോ? നെക്സ്റ്റ് ഫജർ. എന്താണ് വിഷ്ണു? ഓക്കെ. വാട്ട് ഇസ് മീൻ ബൈ സ്റ്റേറ്റ് സ്പേസ് സെർച്ച്? കൺസെപ്റ്റ് മനസ്സിലാക്കുന്നത്, അതുകൊണ്ട് പറയുന്നത് എന്താണ് സ്റ്റേറ്റ് സ്പേസ് സെർച്ച്? വാട്ട് ഈസ് മീൻ ബൈ സ്റ്റേറ്റ് സ്പേസ് സെർച്ച്? ഒരാൾ പെട്ടെന്ന് പറഞ്ഞു. വിഷ്ണു പറഞ്ഞു. വാട്ട് ഈസ് ദ യൂസ് ഓഫ് സ്റ്റേറ്റ് സ്പേസ് സെർച്ച്? സ്റ്റേറ്റ് സ്പേസ് സെർച്ച് എന്താണ് മീൻ ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റിന് വേറെ സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ പോയി ഒരു ഗ്രാഫ് വഴി ലീഫിൽ ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഒരു ഇതിലെത്തുന്നത്. അതായത് അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ്, സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കാറിന്റെ റിപ്പയർമെന്റ് അന്ന് എക്സാമ്പിൾ പറഞ്ഞ ഇങ്ങനെ ഓരോ ഇതിനു വേണ്ടിയിട്ട്. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്രോബ്ലം ഡിഫൈൻ ചെയ്യണം. പ്രോബ്ലം ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതിൽ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് കറക്റ്റ് ഗ്രാഫ് ആയിരിക്കും അത്. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ് എന്താണെന്ന കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ലേറ്റ് ആവല്ലേ, എല്ലാവരും കുറച്ച് ഫാസ്റ്റായിട്ട് ജോയിൻ ആവാൻ ശ്രദ്ധിക്കുക. പിന്നെ അപ്പോൾ ഒരു എഞ്ചിനീയർ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരാൾക്ക് പറയാൻ പറ്റുമോ? ഒരു ആൻ എഞ്ചിനീയർ വിച്ച് ആർ ദ സ്റ്റെപ്സ് should follow by an engineer? ഏതൊക്കെയാണ്? ഫസ്റ്റ് എന്താണ്? അമൃത പറഞ്ഞു. അമൃത പ്രസന്റ് അല്ലേ? എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്ത് ചെയ്യണം? അതായത് പ്രോബ്ലം കറക്റ്റായിട്ട് നിങ്ങൾ ഈ സ്റ്റെപ്സ് എന്താ ഓർപ്പിക്കുക. അതായത് ഫസ്റ്റ് നിങ്ങൾ ആ പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഡിഫൈൻ ചെയ്യുന്ന അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം? ആ പ്രോബ്ലത്തിൻ്റെ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അനലൈസ് ചെയ്യുക. അതായത് നിങ്ങൾ കുറേ സെർച്ച് മെത്തേഡ്സ് ഉണ്ട്. ഏത് സെർച്ച് മെത്തേഡ് അപ്ലൈ ചെയ്താലാണ് കറക്റ്റായിട്ട് ഫാസ്റ്റായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, അത് അനലൈസ് ചെയ്യാം. ഓക്കെ, ഹരിത പറഞ്ഞിട്ടുണ്ട് അനലൈസ് ചെയ്യാം. ഓക്കെ. തേർഡ് സ്റ്റെപ്പ് എന്താണ്? നോളജ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, നിങ്ങൾ ആ ടേംസ് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഹരിത പറഞ്ഞിട്ടുണ്ട് നോളജ് റെപ്രസെൻറ്റേഷൻ. അതായത് ആ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫിൻ്റെ നോഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നോളജ് ആണ്, ഡിഫറെൻ്റ് നോളജ് ആണ്. ആ നോളജ് എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഡാറ്റ സ്ട്രക്ചർ, ഏതെങ്കിലും ഒരു ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. അതാണ് എന്താ പറയുന്നത്? നോളജ് റെപ്രസെൻറ്റേഷൻ, തേർഡ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ട്രീ ആയിട്ട് റെപ്രസെൻ്റ്, അങ്ങനെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അത് നിങ്ങളങ്ങനെ ഫോക്കസ് ചെയ്യണ്ട. ഇപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ നോളജ് റെപ്രസെൻറ്റേഷൻ ചെയ്യും. അതിനുള്ള കുറച്ച് മെത്തേഡ്സ് നമുക്ക് തേർഡ് മോഡ്യൂളിലൊക്കെ പഠിക്കാനുണ്ട്, നോളജ് റെപ്രസെൻറ്റേഷൻ മെത്തേഡ്സ്. പിന്നെ ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ പ്രോബ്ലം അനലൈസ് ചെയ്തിട്ട് ഏത് സെർച്ച് മെത്തേഡാണ്, ഹ്യൂറിസ്റ്റിക് അപ്ലൈ ചെയ്യണോ എന്നൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ അപ്ലൈ ദ ടെക്നിക്ക്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ ഫൈൻഡ് ചെയ്ത മെത്തേഡ് എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഈ 4 സ്റ്റെപ്സ് ആണ് ഒരു എഞ്ചിനീയർ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൽ ഈ സബ്ജക്റ്റ് പഠിക്കാൻ ചില കൺസെപ്റ്റുകൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ
അത് ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഡിഫൈൻ ദ പ്രോബ്ലം. സ്ക്രീന് കാണുന്നില്ലേ? ഓക്കെ. അപ്പോൾ അതെപ്പോഴും മനസ്സിലാക്കുക. പിന്നെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു, അതായത് ഇപ്പോൾ ഒരു പ്രോബ്ലം തന്നു. ഫോർ എക്സാമ്പിൾ 8 പസിൽ പ്രോബ്ലം ആണ് തന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്താണ് 8 പസിൽ പ്രോബ്ലം. ഓക്കെ. അപ്പോൾ അതായത് ഇപ്പം ഇത് 8 പസിൽ എന്ന് വെച്ചാൽ അതിൻ്റെ മിനിമം കേസാണ്. 4 പസിൽ വരാം, 8 പസിൽ വരാം, 16 പസിൽ വരാം, അങ്ങനെ വാരി ചെയ്യാം. അപ്പം നമ്മളിവിടെ 8 പസിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ നമുക്ക് സ്ക്രീന് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഞാൻ ഒന്നും കൂടി ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കോർ കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചാൽ തന്നെ പഠിക്കേണ്ടി വരും എന്തായാലും, എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൽ 8 പസിൽ പ്രോബ്ലം ഇതാണ്. ഈ ഒരു കേസ് നിങ്ങൾ ഒരു ഐഡിയൽ കേസായിട്ട് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ. ഫോർ എക്സാമ്പിൾ എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അതായത് 8 പസിൽ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് പറയാൻ പറ്റുമോ എന്താണ് 8 പസിൽ പ്രോബ്ലം എന്ന്? അനുശ്രീ 8 പസിൽ പ്രോബ്ലം എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ്, could you please explain? Hello sir. Okay, അനുശ്രീ പറഞ്ഞു. 8 പസിൽ പ്രോബ്ലം എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് 8 പസിൽ പ്രോബ്ലം? സർ ഇപ്പൊ വാക്കന്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ ഒന്നിക്കൽ അപ്വേർഡ്, ഡൗൺവേർഡ് അല്ലെങ്കിൽ സൈഡിലേക്ക് മാറ്റിയിട്ട് ആ വാല്യൂ റീപ്ലേസ് ചെയ്യുന്നല്ലേ? അതായത് ഞാനിവിടെ ഷോ ചെയ്യുന്നുണ്ട്. ഇതൊരു ടൈലാണ്. ഓക്കെ. ഇങ്ങനെ എത്ര ടൈൽ ഉണ്ടാവും? ഇതൊരു ബ്ലാങ്ക് ടൈൽ എന്ന് പറയാം. ഓക്കെ. ഒരു ബ്ലാങ്ക് ടൈൽ ഉണ്ട്. ആ ബ്ലാങ്ക് ടൈലിന് നമുക്ക് ഏതൊക്കെ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം? അനുശ്രീ പറഞ്ഞ പോലെ അപ്പ്, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ്, അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ട്. അപ്പോൾ ഓക്കെ, അങ്ങനെ ആ ഒരു ബ്ലാങ്ക് സ്പേസിന് നമുക്ക് അനുശ്രീ പറഞ്ഞ പോലെ തന്നെ അപ്പ്, ലെഫ്റ്റ്, റൈറ്റ്, ഡൗണിലോട്ട് മൂവ് ചെയ്യാം. എന്നിട്ട് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ ഇനീഷ്യൽ കോൺഫിഗറേഷൻ. ഇനീഷ്യൽ കോൺഫിഗറേഷനിൽ ഇത് 3x3 മെട്രിക്സ് ആണ്. നിങ്ങൾക്കറിയാം അതിൽ 3x3 ഗ്രിഡ് ആണ്. അപ്പോൾ അതിൽ എത്ര സെൽ ഉണ്ടാവും? 9 സെൽ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു സെൽ എന്ന് വെച്ചാൽ ബ്ലാങ്ക് ആണ്. അതർ സെൽസ് നെയിം ചെയ്തിട്ടുണ്ട്. എന്ത് വെച്ച് നെയിം ചെയ്യുന്നു? 1 2 3 4 5 6 7 8. ഓക്കെ. അങ്ങനെ നെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു ഇനീഷ്യൽ സ്റ്റേറ്റിലാണുള്ളത്. ഓക്കെ. ഇതാണ് ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ്. ഈ ഇനീഷ്യൽ സ്റ്റേറ്റിനെ നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യണം? ഗോൾ സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഗോൾ സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഗോൾ സ്റ്റേറ്റിലോട്ട് എങ്ങനെ മൂവ് ചെയ്യുക, അത് എങ്ങനെ മൂവ് ചെയ്യുക. ഓക്കെ. അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ. അപ്പോൾ 8 പസിൽ പ്രോബ്ലം ഇതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ വായിച്ചു നോക്കണം. ഞാൻ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ അതിൻ്റെ മൂവ്മെൻറ്റ്സിനെ നമ്മളൊരു ഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അതാണ് അതിൻ്റെ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ്. അപ്പോൾ ഇത് ഇനീഷ്യൽ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ടല്ലോ. അപ്പോൾ ആ ബ്ലാങ്ക് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുക? 3 വേസിൽ മൂവ് ചെയ്യുക. ഒന്ന് ഏതാണ്? ഇത് ഡൗൺവേർഡിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ 5 എന്ത് ചെയ്തു? ഇതുണ്ടല്ലേ, ശ്രദ്ധിക്കണേ. 5 മുകളിലോട്ട് പോയി, ബ്ലാങ്ക് താഴോട്ട് വന്നു. ഓക്കെ. അതൊരു മൂവ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്റ്റേറ്റ് വന്നു. ഓക്കെ. സിമിലർലി നമുക്ക് ഈ സ്റ്റേറ്റ് എങ്ങനെയാണ് വരുന്നത്? സെക്കൻഡ് സ്റ്റേറ്റ്. അതായത് ഇതെവിടെ മൂവ് ചെയ്തു? അപ്പിലോട്ടാണ് മൂവ് ചെയ്തത്. ഈ സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്ന എങ്ങനെയാണ്? ഇത് അപ്പിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ച് 3 ഇവിടെ വരും. 3 ഇങ്ങോട്ട് വന്നു. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റേറ്റ് കിട്ടി. ഓക്കെ. ഇത് വേറൊരു സ്റ്റേറ്റ് കിട്ടി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന മൂവ്മെന്റ് ഇതാണ്. ഇപ്പം സപ്പോസ് കറന്റ് സ്റ്റേറ്റ് എങ്കിൽ ഇവിടുന്ന് എനിക്ക് എന്തൊക്കെ മൂവ്മെന്റ് എടുക്കാം? ബ്ലാങ്കിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യാം, ബ്ലാങ്കിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അതിനനുസരിച്ച് 2 സ്റ്റേറ്റ് വരും. അതുപോലെ ഇവിടെ എടുത്താൽ വേറെ സ്റ്റേറ്റ് ഇവിടെ വരും. ഇങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്സ് ക്രിയേറ്റഡ് ആവും. ശ്രദ്ധിക്കുക നിങ്ങൾ. ഇങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്സ് അതിൻ്റെ മൂവ്മെന്റ്സിനനുസരിച്ച് ക്രിയേറ്റ്. അപ്പോൾ
കുറേ നോട്ട്സ് ഉണ്ടാവും ഈ ഗ്രാഫിൽ. അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് സോൾവ് ചെയ്യേണ്ട ഗ്രാഫ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വന്നു, അടുത്ത് എന്ത് ചെയ്തു, ഇവിടുന്ന് ഇവിടെ വന്നു, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു, പിന്നെ ഇവിടെ വരുമ്പോൾ ഗോൾ സ്റ്റേറ്റിലെത്തി. അതായത് എന്ത് സംഭവിച്ചു, നമ്മൾ സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിന്ന് ഈ ഒരു പാത്തിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഈ ഒരു പാത്തിൽ മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും, നമുക്ക് കറക്റ്റായിട്ട് ഗോൾ സ്റ്റേറ്റിൽ റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എന്ത് ചെയ്തു, ഇതിൻ്റെ ഗ്രാഫ്, സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ ഗോൾ സ്റ്റേറ്റിൽ നിന്ന് അല്ല ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഗോൾ സ്റ്റേറ്റിൽ എങ്ങനെ എത്താമെന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് വരക്കും, എന്നിട്ട് അതിൽ സെർച്ച് ചെയ്യും. അപ്പോൾ സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഗോൾ സ്റ്റേറ്റിലോട്ട് റീച്ച് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടിയ സീക്വൻസ് ഓഫ് മൂവ്സ് കണ്ടോ, ഏതാണ്, ഫസ്റ്റ് ഡൗണ്, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ. ഈ ഒരു സീക്വൻസിലാണ് ടൈല് മൂവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഗോൾ സ്റ്റേറ്റിൽ എത്തുമെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് ഇങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങൾ സാമ്പിളായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എക്സാമിന് ചോദിക്കാറുണ്ട് ഇങ്ങനെ വന്നിട്ട്. അപ്പോൾ നിങ്ങളുടെ അത് ഫുള്ളി നിങ്ങളുടെ ലോജിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇതൊരു ഗെയിമാണ് ശരിക്കും. അപ്പോൾ ആ ഒരു ഗെയിം കളിക്കുന്ന പോലെ നിങ്ങളിത് സോൾവ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കൺസെപ്റ്റ് 8% പ്രോബ്ലം. അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഒരു ഗെയിം കളിക്കുകയെന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളുടെ ലോജിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ലോജിക്ക് ഉണ്ടാവും. ആ ലോജിക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് വരച്ച് അതിലെ പാത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ എന്താണ് സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ്, എന്താണ് സെർച്ച് മെത്തേഡ് എന്നൊക്കെ മനസ്സിലാവും. നമ്മുടെ ബേസിക് കൺസെപ്റ്റും അത് തന്നെ. അതായത് ഒരു പ്രോബ്ലം തന്നാൽ അതിൻ്റെ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലെന്ത് ചെയ്യണം, സെർച്ച് ചെയ്യണം. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അത് നിങ്ങൾക്ക് ഈ എക്സാമ്പിളിൽ നിന്ന് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഞാനിനി അധികം ഇത് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ഈ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫിൻ്റെ വേറെ കുറച്ച് അഡ്വാൻറ്റേജസ് ഇവിടെ പറഞ്ഞുതരാം. ഓക്കെ, ഇത് കണ്ടോ, സ്ട്രക്ചേഴ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ സ്റ്റേറ്റ് സ്പേസ് സെർച്ച്. നിങ്ങൾക്ക് ഇപ്പോഴും സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പേസ് സെർച്ച് എന്ന കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഹരിത? സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? സ്റ്റേറ്റ് സ്പേസ് സെർച്ചിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ സ്റ്റേറ്റ് സ്പേസ് സെർച്ചിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അടുത്ത പറയുന്നത് സ്ട്രക്ചേഴ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ സ്റ്റേറ്റ് സ്പേസ് സെർച്ച് എന്നാണ് ഒരു ഹെഡിങ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് പറയുന്നത്? ടു സക്സസ്ഫുള്ളി ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് സെർച്ച് അൽഗോരിതം എ പ്രോഗ്രാമർ മസ്റ്റ് ബി ഏബിൾ ടു അനലൈസ് ആൻഡ് പ്രെഡിക്റ്റ് ദെയർ ബിഹേവിയർ. അതായത് നമ്മളൊരു സെർച്ച് അൽഗോരിതം ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ആ അൽഗോരിതത്തെ എന്ത് ചെയ്യാൻ പറ്റണം? അനലൈസ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്കറിയാം, ഒരു അൽഗോരിതം ആണെങ്കിൽ ആ അൽഗോരിതം എത്രത്തോളം ടൈം എടുക്കും, എത്രത്തോളം സ്പേസ് എടുക്കും എന്നൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റണം. പിന്നെ ഈ ക്വസ്റ്റ്യൻസ്, സപ്പോസ് നിങ്ങളൊരു അൽഗോരിതം ഉണ്ടാക്കി, ഓക്കെ, ആ അൽഗോരിതം എന്തൊക്കെ മീറ്റ് ചെയ്യണം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദ പ്രോബ്ലം സോൾവർ ഗ്യാരണ്ടീഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ? അതായത് നിങ്ങളൊരു സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ഉണ്ടാക്കി അതിൽ സെർച്ച് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ടാക്കി. അപ്പോൾ ഈ ഇഷ്യൂസൊക്കെ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അത് സൊല്യൂഷൻ തരുന്നുണ്ടോ? ഈസ് ദ പ്രോബ്ലം സോൾവർ ഗ്യാരണ്ടീഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ? നെക്സ്റ്റ്, വിൽ ദ പ്രോബ്ലം സോൾവർ ഓൾവേസ് ടെർമിനേറ്റ്? ഓക്കെ, അതായത് നിങ്ങളൊരു അൽഗോരിതം ഉണ്ടാക്കി, ഓക്കെ, അത് ഇപ്പം ഇൻഫിനിറ്റ് ലൂപ്പ് പോലെ പോകുന്നെങ്കിൽ അതിനെ കൊണ്ട് യൂസ് ഇല്ലല്ലോ. അപ്പോൾ അത് നമുക്ക് അനലൈസ് ചെയ്യണം.
അതാണ് വിൽ ദ പ്രോബ്ലം സോൾവർ ഓൾവേസ് ടെർമിനേറ്റ്, ക്യാൻ ഇറ്റ് ബിക്കം കോട്ട് ഇൻ എൻ ഇൻഫിനിറ്റ് ലൂപ്പ്. ദെൻ നെക്സ്റ്റ് ഒരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്തു, അതൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ, അതായത് നിങ്ങളൊരു മെത്തേഡ് ഉണ്ടാക്കി അത് ഒപ്റ്റിമൽ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യൂ. പിന്നെ അടുത്തത് വാട്ട് ഈസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഇൻ ടേംസ് ഓഫ് ടൈം ആൻഡ് സ്പേസ്, അതായത് നിങ്ങൾ ഉണ്ടാക്കിയ സെർച്ച് അൽഗോരിതം ഇതിൻ്റെ കോംപ്ലക്സിറ്റി ടൈമും സ്പേസിലും അനലൈസ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഇഷ്യൂസ് ഉണ്ട്. അതായത് സപ്പോസ് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കേണ്ടത്, അതായത് സപ്പോസ് നിങ്ങളൊരു ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നു, നിങ്ങൾ അത് നിങ്ങൾക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു അൽഗോരിതം ഉണ്ടാക്കണം, ഒരു സെർച്ച് അൽഗോരിതം ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങളൊരു അൽഗോരിതം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും ഇഷ്യൂസ്, ഈ 4 ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 4 ഇഷ്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, നെക്സ്റ്റ് ബൈ റെപ്രസെൻറ്റിങ് എ പ്രോബ്ലം, ഇവിടെ കണ്ട ഒരു പോയിന്റ്, ബൈ റെപ്രസെൻറ്റിങ് എ പ്രോബ്ലം ആസ് എ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ്, അതായത് നമ്മൾ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് പറയുന്നത് ഇവിടെ. ഓക്കെ, സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, നമുക്ക് തന്ന പ്രോബ്ലത്തിന് നമ്മൾ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറയുന്നു, സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്താൽ വി ക്യാൻ യൂസ് ഗ്രാഫ് തിയറി. ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഗ്രാഫ് തിയറി മുന്നേ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. നിങ്ങൾ 3rd സെമ്മിലോ മറ്റോ ഗ്രാഫ് തിയറി പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് തിയറിയിലെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. ഗ്രാഫ് തിയറി ടു അനലൈസ് ദ സ്ട്രക്ചർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ബോത്ത് ദ പ്രോബ്ലംസ് ആൻഡ് the problems and the search procedure we employ to solve it. അതായത് സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ആക്കിയിട്ട് നിങ്ങൾ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഗ്രാഫ് തിയറിയിലെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ പ്രോബ്ലത്തിൻ്റെ കോംപ്ലക്സിറ്റി, ആ പ്രോബ്ലത്തിൻ്റെ കംപ്ലീറ്റ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടല്ലോ, ഫസ്റ്റ് പറഞ്ഞ ഈ 4 ഇഷ്യൂസ്, ഈ 4 ഇഷ്യൂസ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് സെർച്ചിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് പറയാം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, അതായത് നിങ്ങളൊരു പ്രോബ്ലത്തെ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ആക്കിയിട്ട് മാറ്റിയാൽ നമുക്ക് ഗ്രാഫ് തിയറി യൂസ് ചെയ്തിട്ട്, ഗ്രാഫാണല്ലേ, അപ്പോൾ ഗ്രാഫ് തിയറി യൂസ് ചെയ്തിട്ട് അതിന് അനലൈസ് ചെയ്യാം. അനലൈസ് ദ സ്ട്രക്ചർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ പ്രോബ്ലം ആൻഡ് ദ സെർച്ച് പ്രൊസീജിയർ വി എംപ്ലോയ് ടു സോൾവ് ഇറ്റ്. ഇതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റേറ്റ് സ്പേസ്, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് റെപ്രസെൻറ്റിങ് എ പ്രോബ്ലം ആസ് സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. അതായത് ഗ്രാഫ് തിയറി യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുക. ഇത്രയും ഇഷ്യൂസ്, ഈ ഞാൻ റൗണ്ട് ചെയ്തിരിക്കുന്ന ഇത്രയും ഇഷ്യൂസ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കും. പിന്നെ നമുക്ക് സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫായിട്ട് മാത്രമല്ല ഒരു പ്രോബ്ലത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുണ്ടോ, അടുത്ത് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത്, ഒരു പ്രോബ്ലം കണ്ടാൽ ആ പ്രോബ്ലത്തിന് സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ആക്കിയിട്ട് മാറ്റുക, എന്നിട്ട് സെർച്ച് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ വേരിയസ് വേ ടു റെപ്രസെൻ്റ് എ പ്രോബ്ലം ഫോർ സോൾവിങ് ഇൻ AI, അതായത് നമുക്ക് സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫായിട്ട് മാത്രമല്ല എന്തൊക്കെ യൂസ് ചെയ്യാന്ന് പറയുന്നു, പ്രെഡിക്കേറ്റ് കാൽക്കുലസ് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എന്താണെന്ന് ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാവും. അതും നിങ്ങൾ ഈ DCS, ഡിസ്ക്രീറ്റ് കമ്പ്യൂട്ടേഷണൽ സ്ട്രക്ചർ എന്ന സബ്ജക്റ്റിൽ പഠിച്ചതാണല്ലേ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എന്ന കൺസെപ്റ്റ് നിങ്ങൾ എവിടെയാണ് പഠിച്ചത്? DCS, ഡിസ്ക്രീറ്റ് കമ്പ്യൂട്ടേഷണൽ സ്ട്രക്ചേഴ്സിൽ നിങ്ങൾ പ്രെഡിക്കേറ്റ് കാൽക്കുലസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതായത്
ഫോർ എക്സാമ്പിൾ ഓൾ ബോയ്സ് പ്ലേ ക്രിക്കറ്റ്, അതൊരു സെൻറ്റൻസ് ആണ്. അതിനെ നിങ്ങൾ പ്രെഡിക്കേറ്റ് കാൽക്കുലസ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പഠിക്കുന്നുണ്ട്. എനിവേ നമ്മൾ ഈ പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എന്ന കൺസെപ്റ്റ് അടുത്തതായിട്ട് പഠിക്കും, 3rd മോഡ്യൂളിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫിന് പകരം വേറെന്ത് യൂസ് ചെയ്യാം? പ്രെഡിക്കേറ്റ് കാൽക്കുലസ് ആയിട്ട് പ്രോബ്ലത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. പിന്നെ സെക്കൻഡ് പറയുന്ന ഗ്രാഫ് തിയറി ആൻഡ് ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ, അത് നമ്മുടെ ഇത് തന്നെ. പിന്നെ എന്ത് ചെയ്യാം? ഫിനൈറ്റ് സ്റ്റേറ്റ് മെഷീനായിട്ട് നിങ്ങൾ TOC പഠിച്ചു അല്ലേ? TOC എന്ന് വെച്ചാൽ തിയറി ഓഫ് കമ്പ്യൂട്ടേഷനിൽ നിങ്ങൾ എന്ത് പഠിക്കുന്നുണ്ട്? FSM, ഫിനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ AI എന്ന് വെച്ചാൽ പ്രെഡിക്കേറ്റ് കാൽക്കുലസ് വരുന്ന ബേസിക്കലി നിങ്ങളുടെ ഡിഗ്രി, അതായത് BTechന് നിങ്ങൾ പഠിച്ച ഡിസ്ക്രീറ്റ് കമ്പ്യൂട്ടേഷണൽ സ്ട്രക്ചറിൽ പ്രെഡിക്കേറ്റ് കാൽക്കുലസിൻ്റെ ബേസിക്സ് ഉണ്ട്. പിന്നെ ഗ്രാഫ് തിയറിയിൽ ഗ്രാഫ് തിയറിയിൽ AIൻ്റെ ബേസിക്സ് ഉണ്ട്, അതും നിങ്ങൾ പഠിച്ചതാണ്. പിന്നെ FSM, ഫിനൈറ്റ് സ്റ്റേറ്റ് മെഷീൻസ്, TOCനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് മുന്നേ ഈ സബ്ജക്റ്റ് പഠിക്കുന്നതെന്ന കാര്യം മനസ്സിലാക്കുക. അതായത് ആ സബ്ജക്റ്റിലൊക്കെ ഇതിൻ്റെ ബേസാണ്. ഓക്കെ, AIൻ്റെ ഒക്കെ ബേസാണ് ഈ സബ്ജക്ട്സ് ഒക്കെ. അപ്പോൾ ആ സബ്ജക്റ്റുകളിലെ കൺസെപ്റ്റാണ് നമ്മൾ AIയിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഫോർ യുവർ ഇൻട്രസ്റ്റ്. ദെൻ ഇപ്പോൾ നമ്മൾ അടുത്ത പോയിന്റ് മനസ്സിലാക്കേണ്ടതാണ്, അതായത് വേരിയസ് വേ ടു റെപ്രസെൻ്റ് എ പ്രോബ്ലം ഫോർ സോൾവിങ് ഇൻ AIയിൽ ഏതൊക്കെ വേസിൽ പ്രോബ്ലം റെപ്രസെൻ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. നമ്മൾ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് സെർച്ച് മാത്രമല്ല ഉള്ളത്, ഏതൊക്കെയുണ്ട് അഡീഷണൽ ആയിട്ട്? പ്രെഡിക്കേറ്റ് കാൽക്കുലസ് ഉണ്ട്, പിന്നെ FSM, ഫിനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ മോഡലും ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, വേരിയസ് വേ ടു റെപ്രസെൻ്റ് എ പ്രോബ്ലം ഫോർ സോൾവിങ് ഇൻ AI. പിന്നെ നെക്സ്റ്റ് പിന്നെ ഉള്ളത് നിങ്ങൾക്ക് ഗ്രാഫ് തിയറീൻ്റെ ബേസിക്സ് ഒക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഗ്രാഫ് തിയറീൻ്റെ ബേസിക്സ് ഒക്കെ അറിയായിരിക്കും. ഞാൻ അതുകൊണ്ട്, അതായത് ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഇത് സിറ്റി ഓഫ് കോയിൻസ്ബർഗ് പ്രോബ്ലം ആണ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏത് പ്രോബ്ലത്തിനെയും മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസിന് എന്താക്കുക? ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുന്നത്. അപ്പോൾ അതിന് ഇവർ ദ സിറ്റി ഓഫ് കോയിൻസ്ബർഗ് പ്രോബ്ലം ആണ് റെഫർ ചെയ്യുന്നത്. എനിവേ നിങ്ങൾക്ക് ഗ്രാഫ് എന്താണെന്ന ബേസിക്കായ കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് ഇതൊരു ഗ്രാഫാണ്. ഗ്രാഫിൽ എന്തുണ്ട്? നോഡ് ഉണ്ടാവും, എഡ്ജസ് ഉണ്ടാവും. ഏത് പ്രോബ്ലത്തിനും നിങ്ങൾക്ക്, മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസിന് നിങ്ങൾക്ക് എന്തായാലും ഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ആ ഗ്രാഫിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താൽ മതി? ഗ്രാഫിൽ സെർച്ച് അൽഗോരിതം, നേരത്തെ ഇപ്പോൾ നമ്മൾ 8 പസിൽ പ്രോബ്ലം പറഞ്ഞില്ലേ, അതിനെ നമ്മൾ ഒരു ഗ്രാഫായിട്ട് അല്ലെങ്കിൽ ട്രീ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. എന്നിട്ട് അതിൽ സെർച്ച് അൽഗോരിതം അപ്ലൈ ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ഗ്രാഫ് തിയറീൻ്റെ ജസ്റ്റ് ഒരു ബേസിക്സ് ഒന്ന് പഠിച്ചു വെക്കുക, വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഗ്രാഫ് എന്താണെന്നൊക്കെ. ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. ഇപ്പം ബേസിക് ടെർമിനോളജീസ് ആൻഡ് ടൈപ്സ് ഓഫ് ഗ്രാഫ്, അതൊക്കെ AIയിൽ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ഒന്നല്ല അത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് റെഫർ ചെയ്ത് പഠിച്ചു നോക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനത് ഒന്നും എടുക്കുന്നില്ല, കാരണം ഇത് നിങ്ങൾ മുന്നേ പഠിച്ചതിൻ്റെ ബേസിക്സ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് എന്താണ്, ഡയറക്റ്റഡ് ഗ്രാഫ്, പാത്ത്, റൂട്ടഡ് ഗ്രാഫ്, അങ്ങനെ ട്രീ ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് കൺസെപ്റ്റ് ഇതാണ്, അതായത് നിങ്ങൾക്കൊരു പ്രോബ്ലത്തിന് ഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്ത് സോൾവ് ചെയ്യാം. ഓക്കെ, വേറൊരു മെത്തേഡ് ഏതാണ്? ഒരു പ്രോബ്ലത്തിന് എന്താക്കാം? ട്രീ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങൾക്കൊരു പ്രോബ്ലത്തിന് ഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം? ട്രീ ആയിട്ടും റെപ്രസെൻ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ഇത് മനസ്സിലാക്കുന്ന. പിന്നെ വേറൊരു മെത്തേഡ് ഏതാണ്? പ്രെഡിക്കേറ്റ് കാൽക്കുലസ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്ത്, പ്രെഡിക്കേറ്റ് കാൽക്കുലസ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്ത് സോൾവ് ചെയ്യാം.
പിന്നെ ഉള്ളത് ഫിനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ ആക്കിയിട്ട്, ഓക്കെ, FSM ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട്, ഏതൊക്കെ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലത്തിനെ റെപ്രസെന്റ് ചെയ്ത് സോൾവ് ചെയ്യാം? ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഇപ്പം അഭിലാഷ് പറഞ്ഞ, അഭിലാഷ് പറഞ്ഞ, ഞാൻ 2 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം ഇത്രയും ടോപ്പിക്സിന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഏതൊക്കെ വേസിൽ നമുക്കൊരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും? അഭിലാഷ് പ്രസന്റ് അല്ലേ? അഭിലാഷ് പറഞ്ഞ ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ആയിട്ട് ഒരു പ്രോബ്ലത്തിനെ റെപ്രസെന്റ് ചെയ്യാം? ക്വസ്റ്റ്യൻ എന്താണ്? സ്ട്രക്ചേഴ്സ് എന്നാണ്. സ്ട്രക്ചേഴ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ സ്റ്റേറ്റ് സ്പേസ് സെർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം? ഒന്ന് ഏതാണ്? ഓക്കെ, പ്രെഡിക്കേറ്റ് കാൽക്കുലസ്. പ്രെഡിക്കേറ്റ് കാൽക്കുലസ് നമ്മൾ ഫ്യൂച്ചറിൽ പഠിക്കും കേട്ടോ, അതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും നിങ്ങൾക്ക്. ഡിസ്ക്രീറ്റ് കമ്പ്യൂട്ടേഷണൽ സ്ട്രക്ചർ ഒന്ന് ആലോചിച്ചാൽ മതി, പ്രെഡിക്കേറ്റ് കാൽക്കുലസ് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. എന്തായാലും നമുക്ക് 3rd മോഡ്യൂൾ പഠിക്കാനുണ്ട് പ്രെഡിക്കേറ്റ് കാൽക്കുലസ്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? അതായത് ഒരു പ്രോബ്ലത്തിന് പ്രെഡിക്കേറ്റ് കാൽക്കുലസ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുക, എന്നിട്ട് സോൾവ് ചെയ്യുക. രണ്ടാമത്തെ ഏതാണ്? അഭിലാഷ് എന്ന് പറഞ്ഞ് ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യുക, എന്നിട്ട് ഗ്രാഫ് തിയറിയുടെ കൺസെപ്റ്റ്. ഇപ്പം ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏതൊക്കെ സെർച്ച് മെത്തേഡ് അപ്ലൈ ചെയ്യാം? BFS, DFS. ഇപ്പം നമുക്കറിയാം BFSന്റെ കോംപ്ലക്സിറ്റി, DFSന്റെ കോംപ്ലക്സിറ്റി ഒക്കെ നമുക്ക് അറിയാവുന്ന, സ്പേസ് കോംപ്ലക്സിറ്റി, ടൈം കോംപ്ലക്സിറ്റി ഒക്കെ നമുക്ക് അറിയാം. അപ്പോൾ അത് ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അടുത്ത ഏതാണ് അഭിലാഷ്? വേറൊരു മെത്തേഡ് ഏതാണ്? വേറൊരു സ്ട്രക്ചർ ഏതാണ്? FSM. FSM എന്ന് വെച്ചാൽ ഫിനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ. അതായത് നമ്മൾ TOCയിൽ പഠിച്ച പോലെ നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നാൽ അതിനെ എന്താക്കി മാറ്റുക? അതിനെ കറസ്പോണ്ടിങ് FSM, അതായത് ഫിനൈറ്റ് സ്റ്റേറ്റ് മോഡലായിട്ട് കൺവേർഷൻ നടത്തുക, എന്നിട്ട് TOCയിലെ കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്യുക, ട്രാൻസിഷൻ ഡയഗ്രാം വരച്ചിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ സോൾവ് ചെയ്യാം. പിന്നെ അടുത്ത ഏതാണ്? ഒന്നും കൂടെ ഉണ്ട് അഭിലാഷ്, ഏതാണത്? അഭിലാഷ് ഒന്നും കൂടി ഉണ്ട്, ഏതാണത്? അതല്ല, അപ്പോൾ അതിൽ ട്രീ എന്ന ഒരു കൺസെപ്റ്റും കൂടി ഉണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫ് പോലെ തന്നെ എന്താക്കാം? ഗ്രാഫ് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുണ്ടോ? ഗ്രാഫ് പോലെ തന്നെ നമുക്ക് എന്താക്കാം? പ്രോബ്ലത്തിനെ ട്രീ ഫോമിലോട്ട് മാറ്റാം. ഓൾമോസ്റ്റ് ഗ്രാഫിന് ഈക്വലന്റ് തന്നെയാണ്. അപ്പോൾ ഒരു ട്രീ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക, എന്നിട്ട് ഗ്രാഫിന്റെ അതേ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ട്രീ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക, എന്നിട്ട് അതിൽ സെർച്ച് അൽഗോരിതം അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് ഈ ഒരു പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ അഭിലാഷിനോട് ചോദിച്ച പോലെ, വിച്ച് ആർ ദ വേരിയസ് സ്ട്രക്ചേഴ്സ് that can be used to solve a problem. അങ്ങനെയാണെങ്കിൽ ഈ 4 പോയിന്റ്സ് ആണ് നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോഴേ ഒരു എഞ്ചിനീയർ ചിന്തിക്കുന്ന പോലെ തന്നെ, തിങ്ക് ചെയ്യുന്ന പോലെ തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അതായത് സിമ്പിൾ കൺസെപ്റ്റ്. സപ്പോസ് നിങ്ങളൊരു എഞ്ചിനീയർ ആണ്, ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നു, നിങ്ങൾ ഏതൊക്കെ മെത്തേഡ്സ് അപ്ലൈ ചെയ്യുക, ഏതൊക്കെ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഫസ്റ്റ് പറയുന്ന ഏതാണ്? ഓക്കെ, ഗ്രാഫ് സ്ട്രക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. സെക്കൻഡ് പറയും ട്രീ സ്ട്രക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് സോൾവ് ചെയ്യുക. തേർഡ് പറയും പ്രെഡിക്കേറ്റ് കാൽക്കുലസ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യുക. ഫോർത്ത് പറയും ഫിനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന കാര്യം മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഏതിലാണ്? ഗ്രാഫും ട്രീ ആണ്. അടുത്ത മോഡ്യൂളിലും
ഈ മോഡ്യൂളിൻ്റെ അടുത്ത മോഡ്യൂളിൽ നമ്മൾ ട്രീയിൽ അല്ലെങ്കിൽ ഗ്രാഫിൽ എങ്ങനെ സെർച്ച് ചെയ്യും അതിൻ്റെ അൽഗോരിതമാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. എനിവേ നെക്സ്റ്റ് മൂവ് ചെയ്യുന്നത് നെക്സ്റ്റ് മൂവ് ചെയ്യുന്നത് ലാസ്റ്റ് ടോപ്പിക്കാണ്, അതായത് പ്രൊഡക്ഷൻ സിസ്റ്റംസ് എന്നൊരു ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, പ്രൊഡക്ഷൻ സിസ്റ്റംസ്. അപ്പോൾ പ്രൊഡക്ഷൻ സിസ്റ്റം എന്താണ് ലാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ന് ഒരു അവറും കൂടി ഉണ്ട്, ഈ അവർ കൊണ്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കും കൂടി കവർ ചെയ്യും. അപ്പോൾ ഈ മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ എക്സാമിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഡക്ഷൻ സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ സിസ്റ്റം എന്താണ്, ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം. ഓക്കെ, അതാണ് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ തരുന്നു. വാട്ട് ഈസ് എ പ്രൊഡക്ഷൻ സിസ്റ്റം? ഓക്കെ, നെക്സ്റ്റ് സൗരഭ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? സോറി, സൗരഭ് പ്രസന്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ സിസ്റ്റം എന്താണെന്നാണ് അടുത്തായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ പ്രൊഡക്ഷൻ സിസ്റ്റം? ഞാനിവിടെ നീഡ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊഡക്ഷൻ സിസ്റ്റം? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ പ്രൊഡക്ഷൻ സിസ്റ്റം? അപ്പോൾ പ്രൊഡക്ഷൻ സിസ്റ്റം ഈസ് എ മോഡൽ ഓഫ് കമ്പ്യൂട്ടേഷൻ. കണ്ടോ, ഈ ഒരു പോയിന്റ് വായിച്ചു നോക്കുക, എഴുതി വെക്കുക. ഓക്കെ, the production system is a model of computation, okay, for implementing search algorithm and for modeling human problem solving. Okay, അപ്പോൾ പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ ബേസിക്കലി എന്തെന്ന് പറയുന്നത്, ഇറ്റ്സ് എ മോഡൽ ഓഫ് കമ്പ്യൂട്ടേഷൻ. ഓക്കെ, ഒരു കമ്പ്യൂട്ടേഷൻ പെർഫോം ചെയ്യുന്ന ഒരു മോഡൽ. ഓക്കെ, ശ്രദ്ധിക്കൂ, പ്രൊഡക്ഷൻ സിസ്റ്റം ഈസ് എ മോഡൽ ഓഫ് കമ്പ്യൂട്ടേഷൻ. ഒരു കമ്പ്യൂട്ടേഷൻ പെർഫോം ചെയ്യുന്ന ഒരു മോഡലാണ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇംപ്ലിമെന്റിങ് സെർച്ച് അൽഗോരിതം. സെർച്ച് അൽഗോരിതംസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നു. ആൻഡ് ഫോർ മോഡലിംഗ് ഹ്യൂമൻ പ്രോബ്ലം സോൾവിങ്, അതായത് ഹ്യൂമൻ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു മോഡലാണ് ഈ പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ പ്രോബ്ലം സോൾവിങ് എങ്ങനെ ചെയ്യുന്നു അതിന് മിമിക് ചെയ്യുന്ന ഒരു മോഡലാണ്, എഐയിൽ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് പ്രൊഡക്ഷൻ സിസ്റ്റം. ഈ പ്രൊഡക്ഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നെക്സ്റ്റ്, ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടാവും എന്നതിനെ കുറിച്ച് നെക്സ്റ്റ് വരുന്നു. A production system consists of a set of productions. Okay, production systemത്തിന്റെ components എന്താണ്? Okay, it consists of set of production rules, working memory and a recognized act control cycle. Okay, അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് എ പ്രൊഡക്ഷൻ സിസ്റ്റം? ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു മോഡലാണ് അല്ലേ. ആ മോഡലിൽ എന്തൊക്കെ ഉണ്ടാവും? ഇപ്പം ഗ്രാഫ് എന്ന് വെച്ചാൽ ഒരു മോഡലല്ലേ. ആ മോഡലിൽ എന്തുണ്ടാവും? നോഡ് ഉണ്ടാവും, എഡ്ജസ് ഉണ്ടാവും, അങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ ഈ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ റൂൾസ് ആണ് ഉണ്ടാവുക. ഒരു കോമ്പോണൻസ് പ്രൊഡക്ഷൻ റൂൾസ് ഉണ്ടാവും. പ്രൊഡക്ഷൻ റൂൾസ് ഉണ്ടാവും. സെക്കൻഡ്, വർക്കിംഗ് മെമ്മറി ഉണ്ടാവും. പിന്നെ ഒരു റെക്കഗ്നൈസ് ആക്ട് കൺട്രോൾ സൈക്കിൾ ഉണ്ടാവും. ഇത് മൂന്നുമാണ് ഇതിൻ്റെ കോമ്പോണൻസ്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ റൂൾസ് ആണ്. ഓക്കെ, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, എന്തായാലും അറ്റൻഡൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണിച്ചു തരാം. ഇതാണ് പ്രൊഡക്ഷൻ സിസ്റ്റം. അപ്പോൾ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ഇങ്ങനത്തെ റൂൾസ് ഉണ്ടാവും. റൂൾസ് ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓരോ റൂൾ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യും. അതൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു. ഓക്കെ.
ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് തരണം. ഓക്കെ, താങ്ക് യു. അറ്റൻഡൻസ് ചാറ്റ് ബോക്സിലിട്ട് കേട്ടോ. അറ്റൻഡൻസ് ചാറ്റ് ബോക്സിലിട്ടേക്ക്. ഓക്കെ. ആ ഒരു നിങ്ങളുടെ ഇതിനനുസരിച്ച് റോൾ നമ്പറിൻ്റെ ബേസിൽ തന്നെ അറ്റൻഡൻസ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, റോൾ നമ്പറിൻ്റെ ബേസിൽ അറ്റൻഡൻസ് ഇട്ടാൻ വേണ്ടി ചാറ്റ് ബോക്സിലിട്ടു. ഓക്കെ ഓക്കെ, താങ്ക് യു. അറ്റൻഡൻസ് ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു.